السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. الله سبحانه وتعالى സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. മഹാനായ ഷെയ്ഖ് സിന്ദി ഹഫ്ളഹുള്ളയുടെ മവാഖിൽ വഈ എന്ന കിതാബിനെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, റമളാനിൻ്റെ തുടക്കം മുതൽ നമ്മൾ ആരംഭിച്ച ഈ ക്ലാസ് അവസാനം വരെ തുടർന്നു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രന്ഥം ഇൻഷാ അല്ലാഹ് അത് പരിപൂർണമായി പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് യാഥാർത്ഥ്യങ്ങൾ ആപേക്ഷികമോ എന്ന വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്. വിഷയത്തിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? മനസ്സിലായി? മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള നിരീശ്വര നിർമ്മതവാദികൾ, എത്തിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, അവർ പറയുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവന് ചെയ്യുന്നതെന്തോ അത് ശരിയാണ്, തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതാണ് തങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ശരി, സത്യം, യഥാർത്ഥം എന്ന് പറഞ്ഞാൽ അത് ആപേക്ഷികമാണ്. ഓരോരുത്തർക്കും എനിക്കുള്ളത് പോലെ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത് എന്നതാണ് അവരുടെ വാദം. അവരത് വാദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ നിൽക്കുന്ന ദൈവമില്ലായ്മ, അതാണ് അവരുടെ കണ്ണിൽ ശരി. ചില ആളുകൾ, ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, അവരുടേത് അവർക്ക് ശരി, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേത് ശരി, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടേത് ശരി, അതല്ലാതെ ഒന്ന് മാത്രമാണ് ശരി എന്ന് പറയുന്നത് ശരിയല്ല എന്നതാണ് ഇവർ പറയുന്നത്. ഇത് അവർ പറയുന്നത് അവരുടെ തോന്നിവാസങ്ങൾക്ക് കുടപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കള്ള് കുടിക്കുന്നവരെന്തുകൊണ്ട് കള്ള് കുടിക്കുന്നു? ഓന് കള്ള് കുടിക്കുന്നത് ശരിയായിട്ട് തോന്നുന്നു. അപ്പം അത് കള്ളുകുടി തെറ്റാണെന്ന് നിർവചിക്കാൻ കഴിയില്ല. അത് കള്ളുകൂടി തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും, എന്നാൽ കള്ളുകൂടി ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അപ്പുറത്തുണ്ടാകും, അവർക്കത് ശരിയാണ്. MDMA ഉപയോഗിക്കുന്ന ആൾ അത് ഉപയോഗിക്കൽ നല്ലതാണ്, അതാണ് ശരിയെന്ന് വിചാരിച്ച് ചെയ്യാണ്. ഇത് യഥാർത്ഥത്തിൽ അവരുടെ തോന്നിവാസങ്ങൾ കുടപിടിക്കാൻ വേണ്ടി അവർ ചെയ്തതാണെങ്കിലും ഇത്തരം വാദങ്ങൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. അപ്പം അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഹൃദയഭേദകമായ വാർത്തകളാണ്. ഈ ചിന്തകൾ കൊണ്ട് ഉണ്ടായ ഈ തോന്നിവാസങ്ങളുടെ, തിന്മകളുടെ, ലഹരിയുടെ പ്രസരിപ്പ്, അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് കുറേ ആളുകൾ അഴിച്ചുവിട്ടാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് സിനിമയിൽ എന്തും ചെയ്യാം, അത് അവർക്ക് ശരിയായി തോന്നുന്ന കാര്യമാണ്, അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സിനിമ ഒന്നിനെയും സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അതിൻ്റെ നിർമ്മാതാക്കൾ വരെ ഇത്തരത്തിൽ സ്വാധീനിക്കുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറയുന്ന അടച്ചക്കച്ചി. അപ്പോൾ ഏതായിരുന്നാലും ഇത്തരം വാദങ്ങളുടെ അപകടങ്ങൾ യഥാർത്ഥത്തിൽ പച്ച മനുഷ്യർക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഇവിടെ ഉണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു വസ്തുതയെ നമ്മൾ മനസ്സിലാക്കലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, യാഥാർത്ഥ്യം, സത്യം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതും അല്ലാഹു പറഞ്ഞതുമാണ്. അതല്ലാത്തതെല്ലാം യാഥാർത്ഥ്യമല്ല, അയഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. എന്താണ് സത്യമായിട്ടുള്ളത്? യഥാർത്ഥം എന്താണ്? ശരിക്കും ശരി ഏതാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു ഹഖാണ്, അല്ലാഹു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വുജൂദിയത്ത്, അല്ലാഹു ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, അത് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണതയും അല്ലാഹുവിൻ്റെ വാക്കും പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ വാഗ്ദാനവും തുടങ്ങിയെല്ലാം യാഥാർത്ഥ്യമാണ്. അള്ളാഹു ലോകത്തേക്ക് അയച്ച പ്രവാചകന്മാർ സത്യമാണ്.
ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾ സത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അവതരിപ്പിച്ചതായ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതാണ് സത്യം. അതല്ലാത്തതെല്ലാം ബാത്തിലാണ്. സത്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് ബാത്തിൽ അഥവാ പൊള്ള, അയാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത്. വിശുദ്ധ ഖുർആനിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൻ്റെ 62-ാമത്തെ വചനത്തിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്. എന്താണ് കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, അവനാകുന്നു സത്യം. വഅന്നമാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. അല്ലാഹുവിൻ്റെ പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ബാത്തിലുകളാണ്. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ളത്, നമുക്ക് ആരാധിക്കാവുന്നതായിട്ടുള്ളത്, ശരിയായ സത്യം എന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനും കൊണ്ട് അയച്ച പ്രവാചകന്മാർ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകൻ്റെ നുബൂവത്ത്, പ്രവാചകൻ കൊണ്ടുവന്ന മത നിയമങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വഹ്യ് തുടങ്ങിയതെല്ലാം യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാഥാർത്ഥ്യമല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. റസൂലിൻ്റെ വായിൽ നിന്നും സത്യമല്ലാത്തതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെല്ലാം വഹ്യനുസരിച്ച് വമായന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ എന്ന് നമ്മൾക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്യനുസരിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. വഹി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതായതിനാൽ തന്നെ ആ വഹി യാഥാർത്ഥ്യമാണ്, അതൊരിക്കലും തെറ്റാവുകയില്ല. അള്ളാഹുവിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതെല്ലാം സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ സത്യം സ്ഥാപിതമാണ്, അതെപ്പോഴും സ്ഥായിയായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ഈ ദീനുൽ ഇസ്ലാമും ഈ യാഥാർത്ഥ്യങ്ങളും അതൊരിക്കലും തിന്മയാവുകയില്ല, അതൊരിക്കലും തെറ്റാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമായി പഠിപ്പിച്ച ഈ സത്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ സാധ്യമാകുമോ? സത്യം എന്നത് കണ്ടെത്താനും ആ സത്യത്തിലേക്ക് എത്തിപ്പെടാനും സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അതേ, എത്താൻ സാധ്യമാകും എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിപ്പിച്ചത് ഖുൽ യാ അയ്യുഹന്നാസ്, അല്ലയോ ഖുൽ റസൂലേ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്ക് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഫമനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, അപ്പോൾ ആരാണോ നേർമാർഗം പ്രാപിച്ചവൻ അവൻ സ്വന്തത്തെ തന്നെയാണ് നേർമാർഗത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വമൻ ളല്ല ഫഇന്നമാ യദില്ലു അലൈഹ, വഴിപിഴച്ചവൻ അവൻ സ്വന്തത്തെ തന്നെയാണ് വഴിപിഴപ്പിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ഈ സത്യത്തിലേക്ക്, ശരിയായ ദീനുൽ ഇസ്ലാമിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധ്യമാകും. കാരണം ആ സത്യത്തിൻ്റെ ഉറവിടം, അതിൻ്റെ മസ്തർ, അത് ഉണ്ടാക്കിയത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഈ കോടാനുകോടി സർവ്വചരാചരങ്ങളിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിപ്പെടാൻ കഴിയും. റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, അതൊരിക്കലും പ്രയാസമുള്ള കാര്യമേയല്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള വിഷയമാണ്. സ്വന്തത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. നമുക്ക് ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. റബ്ബിലേക്ക് എത്തുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രയാസമുള്ള കാര്യമല്ല. സത്യം കണ്ടെത്തുക എന്നുള്ളത് ഒരിക്കലും പ്രയാസമുള്ള കാര്യമില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് എത്തിയ ആളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇസ്ലാം ദീന് പുൽകിയ ആളുകളോട് ചോദിച്ചാൽ അവർ ദീനിലേക്ക് എത്തിയതൊക്കെ വളരെ എളുപ്പമായ മാർഗത്തിലൂടെയായിരിക്കും. അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, അവർക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായപ്പോൾ ഇതാണ് ശരിയായ സത്യം എന്ന് മനസ്സിലായിട്ട് ഇതിലേക്ക് വന്നവരാണ്. ചില ആളുകൾ ബാങ്ക് വിളി കേട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പല ശാസ്ത്രീയ തത്വങ്ങളും കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗം എളുപ്പമാക്കി കൊടുത്താൽ അവർ ചിന്തിക്കാൻ തയ്യാറായില്ല. വളരെ സിമ്പിളായ ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ ഇസ്ലാമിലേക്ക് എത്തും. ഇക്രിമത്തു ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമുക്കറിയാമല്ലോ. ഇസ്ലാം സ്വീകരിക്കാതെ മക്കം ഫതഹിൻ്റെ അന്ന് ഇറങ്ങി ഓടിയതായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കപ്പലിൽ കയറി പുറം നാട്ടിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പോയപ്പോൾ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. കപ്പലിൻ്റെ കപ്പിത്താൻ വന്ന് പറഞ്ഞു, ഇനി നമ്മൾക്ക് രക്ഷയായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊള്ളുക, റബ്ബിനോട് നിങ്ങൾ തേടിക്കൊള്ളുക.
എന്ന് പറഞ്ഞപ്പോൾ ഇക്രിമ ആലോചിച്ചു, ഈ റബ്ബിലേക്ക് തിരിയാൻ വേണ്ടിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ ഒളിച്ചോടുന്നത്? വളരെ സിമ്പിളായ കാര്യം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കേണ്ടി വന്നു. ആ യാഥാർത്ഥ്യ ബോധ്യം മനസ്സിലേക്ക് എത്തിയപ്പോൾ ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ആളുകളൊക്കെ ശാസ്ത്രീയ തത്വങ്ങൾ കണ്ട് എംബ്രിയോളജി അല്ലെങ്കിൽ പിന്നെ പർവ്വതങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. അവർക്ക് ആ പഠിച്ച കാര്യങ്ങൾ, അവർ പഠിച്ച കാര്യമനുസരിച്ച് വളരെ എളുപ്പത്തിൽ ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ അവർ പഠിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ഇസ്ലാമിലേക്ക് എത്തുന്നു. അപ്പോൾ സത്യത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. സ്വമേധയാ അന്ധത നടിച്ച ആളുകൾക്കല്ലാതെ, മനഃപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കുന്നവർക്കല്ലാതെ അതിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇസ്ലാം സ്വീകരിക്കാതിരിക്കുന്നത്, ഒരാൾ ഇസ്ലാമിലേക്ക് എത്ര തന്നെ സ്വമേധയാ സ്വീകരിക്കാൻ തയ്യാറാകാത്തവന് 1000 തെളിവുകൾ കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. എന്നാൽ തെളിവ് അന്വേഷിക്കുന്നവന് മുമ്പിലേക്ക് കേവലം ഒരൊറ്റ തെളിവ് കൊണ്ട് തന്നെ അവൻ ഇസ്ലാമിലേക്ക് എത്തും. അപ്പോൾ ഇസ്ലാം എന്ന യാഥാർത്ഥ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സത്യത്തിലേക്ക് നമുക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരുന്ന 3 അസ്ലുകൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, സത്യം എന്നത് സ്ഥിരപ്പെട്ടതാണ്, അതിവിടെ നിലനിൽക്കുന്നതുമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പിൻപറ്റാൻ വേണ്ടി കൽപ്പിച്ചതായ സത്യം, യാഥാർത്ഥ്യം, അത് പകൽ പോലെ ക്ലിയറായ കാര്യമാണ്. ഒരിക്കലും അത് പിന്നെ ആകെ കൂടിക്കലർന്ന് നമുക്ക് മനസ്സിലാക്കാനും വിശ്വസിക്കാനും പ്രയാസമുള്ളതല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പരലോകം, ആഖിറത്ത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഏറെ എളുപ്പമുള്ളതാണ്. അതൊരിക്കലും വലിയ പ്രയാസവും നമ്മൾ മനസ്സിലാക്കാനില്ല. മൂന്നാമത്തേത്, നമ്മൾക്ക് ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്താൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാക്കി തരും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മൾ അള്ളാഹുവിലേക്ക് ആരാണോ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ പണിപ്പെട്ട് വരുന്നത്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അള്ളാഹുവിനെ കണ്ടെത്താൻ, ഇസ്ലാമിനെ പുൽകാൻ നമ്മൾ പുറപ്പെടുന്നുവെങ്കിൽ അവർക്ക് ആ ഇസ്ലാമിലേക്ക് വളരെ എളുപ്പത്തിലെത്താൻ കഴിയും. നിങ്ങൾ ലോകത്തിൻ്റെ ചുറ്റും ഇസ്ലാം സ്വീകരിച്ച ആളുകളെക്കുറിച്ച് നിങ്ങൾ പരിശോധന നടത്തി നോക്കൂ. അവർക്ക് ഇസ്ലാമിലേക്ക് എത്തിയത് വളരെ എളുപ്പത്തിലായിരിക്കും. വസ്ത്രധാരണം മനസ്സിലാക്കിയിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. യൂറോപ്യൻ കൺട്രികളിലൊക്കെ പർദ്ദ ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. കേരളത്തിലടക്കമുള്ള സിനിമാ നടിമാർ, അവർ പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു പിന്നെ പ്രയാസം നമുക്ക് ഈ വസ്ത്രം കൊണ്ട് ഉണ്ടാകാറില്ല എന്നാണ്. വളരെ കംഫർട്ടാണ്. ആരുടെയും തുറിച്ചു നോട്ടങ്ങളെ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുമോ എന്ന് പേടിക്കേണ്ടതില്ല. വസ്ത്രം പരിപൂർണമായും ധരിച്ച് ശരീരം മറച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ആ യാഥാർത്ഥ്യത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിയവരാണ് അവർ. ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒരു സേഫ് സോൺ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ കാണാൻ കഴിയും. എന്നാൽ സ്വമേധയാ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അവർ പല തരത്തിലുള്ള വാദമുഖങ്ങൾ കൊണ്ട് ഇതിനെ എതിർക്കാൻ മാത്രമാണ് അവർ ശ്രമിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി യാഥാർത്ഥ്യം എന്നത് ആപേക്ഷികമാണ് എന്ന് വാദിക്കുന്ന വാദമുഖങ്ങൾ, ഇത് ചരിത്രാതീത കാലം മുതൽ അല്ലെങ്കിൽ പുരാതന കാലം മുതൽ തന്നെ ഈ വാദമുഖവുമായി കൊണ്ട് വന്ന ആളുകളുണ്ട്. സോഫിസ്ട്രി BC 400 മുമ്പ് ജീവിച്ച ആളിലേക്ക് ചേർച്ച് പറയുന്ന പിന്നെ ഒരു തത്വചിന്തയാണ്. ഒന്നുമില്ലായ്മ, യാഥാർത്ഥ്യത്തെ പരിപൂർണമായും നിഷേധിക്കുന്നതാണ് അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ. അന്നു മുതൽ ഇങ്ങോട്ട് ആധുനിക കാലഘട്ടത്തിൽ പുതിയ പേരിൽ ഓരോ കാലഘട്ടത്തിലും അത് പോളിഷ് ചെയ്ത് പുതിയ പുതിയ രൂപത്തിൽ ഈ വാദഗതികൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആളുകളുടെ വാദങ്ങളെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ പൊള്ളത്തരം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കഴിയും. ചില ഉദാഹരണങ്ങളോട് നമുക്കിത് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾ നോക്കൂ, ചില ആളുകൾ സ്വന്തത്തിന് കാണുന്നതാണ് ശരി എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ടാകും. ഇപ്പോൾ ഷെയ്ഖ് ഉദാഹരണമായി പറയുന്ന ഒരു കാര്യമാണ്, തേനിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു അസുഖമില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തേന് എന്നത് അവന് വളരെ മധുരമുള്ള നല്ല ഒരു കാര്യമാണ്. എന്നാൽ അസുഖമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തേനൊരു പക്ഷേ കയ്പായിരിക്കാം. അപ്പോൾ കയ്പായതും ശരിയാണ്, മധുരമുള്ളതും ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും
അത് ശരിയല്ല, അത് വിഡിച്ചാണ്. തേനിന് കയ്പാണ് എന്നൊരാളും തേനിൻ്റെ മധുരമാണെന്ന് മറ്റുള്ള പറഞ്ഞ് രണ്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ, സ്ഥാപിക്കാൻ പറ്റുമോ? ഇല്ല. തേനിന് ഒറ്റ രുചിയേ ഉള്ളൂ, തേനിൻ്റെ മധുരമാണുള്ളത്. അത് അവന് അസുഖമായതുകൊണ്ട് ആ മധുരത്തെ അവന് കണ്ടെത്താൻ കഴിയുന്നില്ല. എന്നതുപോലെ ഓരോന്നും അതാണ് ശരി ഇതാണ് ശരി എന്ന് പറയുന്ന ഒരേ കാര്യത്തെ തന്നെ രണ്ട് രൂപത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളുണ്ടാകും. രണ്ട് വാദവും ഒരിക്കലും ശരിയാവുകയില്ല, രണ്ടും ഒരിക്കലും ശരിയാവില്ല. ഉമ്മയെ തല്ലിയാലും രണ്ട് കൂട്ടരുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഉമ്മയെ തല്ലിയാൽ രണ്ട് കൂട്ടരുണ്ടാകും. ഉമ്മാനെ തല്ലിയത് ശരിയാണ് എന്ന് പറയുന്നവരും ഉമ്മാനെ തല്ലിയത് ശരിയായിട്ടില്ല എന്ന് പറയുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. രണ്ടും ശരിയാണ് എന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നേ ശരിയുണ്ടാവുള്ളൂ, ഏതെങ്കിലും ഒന്നേ ശരിയുണ്ടാവുള്ളൂ. ഇതേപോലെയാണ് ഈ ആളുകളുടെ വാദം. ഞാൻ വിശ്വസിക്കുന്നത് എന്തോ അത് ശരി, അവൻ വിശ്വസിക്കുന്നത് എന്തോ അതാണ് അവൻ്റെ ശരി. ഓരോരുത്തരും ശരിയെ ആപേക്ഷികമായി സ്വന്തത്തിന് തനിക്ക് തോന്നുന്നതാണ് ശരി എന്ന ഒരു ബൗണ്ടറി വെക്കാതിരുന്നാൽ അത് പ്രശ്നമാണ്. അങ്ങനെ സമൂഹത്തെ നമ്മൾ വിട്ടേക്കുകയാണെങ്കിൽ ഒരുപാട് ഫൗളകൾ, പ്രയാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തോടുകൂടി, യാഥാർത്ഥ്യ ബോധത്തിൽ കൃത്യമായി ഈ വിഷയത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കഴിയേണ്ടതുണ്ട്. കുറേ ആളുകൾ പലതരത്തിൽ ഇത്തരം ചിന്താഗതികൾ കൊണ്ടുവരുമ്പോൾ ആ ചിന്താഗതികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആളുകൾ ഇത്തരം ചിന്തകൾ കൊണ്ടുവരുമ്പോൾ ആ ചിന്തകൾക്കുള്ള പ്രശ്നങ്ങളെ ഷേഖ് 10 പോയിന്റുകളിലൂടെ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇത്തരം ആളുകളുടെ ചിന്ത, ഈ ആളുകൾ തൻ്റെ വാദമാണ് ശരി എന്ന് പറയുന്ന, ഓരോരുത്തരും എന്ത് വിശ്വസിക്കുന്നുവോ അതുമാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ചിന്തകളെ 10 പോയിന്റുകൾ കൊണ്ട് ഷേഖ് ഖണ്ഡിക്കുന്നുണ്ട്. ഒന്നാമതായി, ഇത്തരം ചിന്താഗതികൾ അഥവാ ഓരോരുത്തരും സത്യം ആപേക്ഷികമാണ് എന്ന് പറയുന്ന, താൻ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ദീനിനെ പൊളിച്ചു കളയുന്നതും അതേപോലെ തന്നെ സ്വഭാവങ്ങളെ, സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ഒക്കെ നശിപ്പിച്ച് കളയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോരുത്തരും അവന് തോന്നുന്നതാണ് ശരി എന്ന് പറയുകയാണെങ്കിൽ, ശരി എന്നത് ആപേക്ഷികമാണ്, സത്യം എന്നത് ആപേക്ഷികമാണെന്ന് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിന് കെട്ടുറപ്പിനെ തന്നെ ഇല്ലാതാക്കി കളയും. ഇപ്പോൾ വ്യഭിചാരം ചില ആളുകൾക്ക് ശരിയായിട്ട് തോന്നും, ഓൻ വ്യഭിചരിക്കുന്നു. ചില ആളുകൾക്ക് കള്ളുകൂടി ശരിയായിട്ട് തോന്നുന്നു, ഓൻ കള്ളുടിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തു ഒരു സമാധാന ജീവിതമാണ് ഉണ്ടാവുക? ഈ നാട്ടിലെ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതണമെന്ന് പറയുന്ന ആളുകളുണ്ട്, കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം അത് ശരിയാണെന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമസംഹിതകൾ എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ഒരാൾ ഒരു വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ തെറ്റാണ് നമുക്ക് പറയാൻ പറ്റുമോ? ഈ വാദം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓനിക്ക് കൊല്ലാനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ അംഗീകരിച്ചു കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവിടെ സമൂഹത്തിൽ എന്ത് കെട്ടുറപ്പുണ്ടാകുക? ഞാൻ വ്യഭിചരിക്കുന്നു, ഞാൻ കള്ളു കുടിക്കുന്നു, ഞാൻ ഒരാളെ കൊല്ലുന്നു, എനിക്ക് കൊല്ലാൻ കാരണമുണ്ട്, അതെൻ്റെ ശരിയാണ്. ശരിയെ ഓരോരുത്തരും സ്വമേധയാ നിർണ്ണയിക്കാൻ തുടങ്ങിയാൽ ഇവിടെ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ മൊത്തത്തിൽ ബാധിക്കും. മതബോധത്തെ ഇല്ലാതാക്കി കളയും, സ്വഭാവത്തെ ഇല്ലാതാക്കി കളയും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു. ഒരു കുട്ടിയെ സഹപാഠികൾ ചേർന്ന് തല്ലിക്കൊല്ലുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം എന്താണ്? അന്നൊരു കുഴപ്പമില്ല, അവർക്കത് ശരിയാണ്. അവനെ തല്ലിക്കൊന്നതിൽ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. ഈ ആളുകളെ പരീക്ഷ എഴുതിപ്പിക്കാൻ ചില ആളുകൾ മുന്നിടുന്നു. പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് കുറച്ച് ആളുകൾ സമരം ചെയ്യുന്നു. ഈ വാദത്തെ ഓരോരുത്തരും അവനവൻ്റേതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് സമരം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവർക്ക് വിട്ടുകൊടുത്താൽ പോരെ. അപ്പോൾ ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ഇല്ലാതാക്കി കളയുന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ഈ ചിന്ത എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ബുദ്ധിപൂർവമായ ഒരു ചിന്തയല്ല എന്നാണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഈ ചിന്താഗതി നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഉറപ്പായ ഒരു കാര്യത്തിൽ നിൽക്കൂല. ഇന്ന് പറയുന്നിടത്തല്ല നാളെ ഉണ്ടാകുക, നാളെ പറയുന്നിടത്തല്ല മറ്റന്നാൾ ഉണ്ടാകുക. ഇവരുടെ വാദങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഇന്നലെ എനിക്ക് ശരിയായി തോന്നിയ കാര്യം ഇന്നെനിക്ക് ശരിയല്ലാതായി തോന്നാം, ഇന്ന് ശരിയല്ലാതായി തോന്നിയ കാര്യം നാളെ എനിക്ക് ശരിയായും തോന്നാം. യാഥാർത്ഥ്യത്തെ ആപേക്ഷികമായി വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്നൊരു അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ നിരീശ്വരവാദികൾ ആയ ആളുകളൊക്കെ പറയുന്ന ഓരോരുത്തർക്കും അവരവർ ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിലേക്ക് വിട്ടേച്ച് കൊടുക്കണമെന്ന് പറയുമ്പോൾ
ഈ അവനവന് ശരിയെന്ന് തോന്നുന്ന ഈ ശരിയെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? വളയമില്ലാതെ ചാടുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. യഥാർത്ഥത്തിൽ ചാടാനൊരു വളയം വേണം. ആ വളയമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് മതബോധമാണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ് കൃത്യമായ വളയം എന്ന് പറഞ്ഞാൽ. ആ വളയത്തെ പൊട്ടിച്ച് കളയുമ്പോൾ ഈ പറയപ്പെട്ട ആളുകൾക്ക് ഒരു വാരത്തിലും വടിയുറച്ച് നിൽക്കാൻ കഴിയില്ല. എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലെ പറഞ്ഞതായിരിക്കില്ല ഇന്ന് പറയുക, ഇന്ന് പറഞ്ഞതായിരിക്കുക നാളെ പറയുക. അവർ പറഞ്ഞത് മാറിക്കൊണ്ടേയിരിക്കും, മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്ത, സ്ഥാപിക്കാൻ കഴിയാത്തതായ ഒരു കാര്യമായിട്ട് തന്നെയാണ് പറയാൻ കഴിയുക. മൂന്നാമതായി ശൈഖ് പറയുകയാണ്, പിന്നെ യാഥാർത്ഥ്യം എന്നുള്ളത് ഒരിക്കലും സ്ഥിരതയുള്ള വിഷയമല്ല, അല്ലെങ്കിൽ അത് എപ്പോഴും സ്ഥായിയായിരിക്കില്ല, അല്ലെങ്കിൽ ഉറപ്പുള്ളതാണ് എന്ന് പറയാൻ കഴിയില്ല. യഥാർത്ഥം എന്നത് അതിനെ ഉറപ്പിക്കാൻ കഴിയില്ല എന്നാണ് ചില ആളുകൾ പറയുക. യഥാർത്ഥമായ കാര്യങ്ങളെ അത് ഉറപ്പാണ്, ഇന്നതാണ് ഉറപ്പ് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. ഈ വാദത്തിൽ വളരെ സിമ്പിളായിട്ട് ഖണ്ഡിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞാൽ സത്യം എന്നതിനെ ഉറപ്പിക്കാൻ, അത് ഉറപ്പാണ്, ഇന്നതാണ് സത്യമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നൊരാൾ പറഞ്ഞാൽ, നീ പറഞ്ഞ കാര്യം ഉറപ്പാണോ എന്ന് ചോദിക്കുക, തിരിച്ചു ചോദിക്കുക. അതേന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ വാദം പൊളിഞ്ഞു. കാരണം യാഥാർത്ഥ്യത്തിന് ഉറപ്പില്ലല്ലോ ഓൻ്റെ വാദപ്രകാരം. അപ്പോൾ ഓൻ പറഞ്ഞു എന്താകാൻ പാടില്ല, ഉറപ്പാകാൻ പാടില്ല. അപ്പോൾ യാഥാർത്ഥ്യം എന്നത് ഉറച്ചു നിൽക്കുന്ന സ്ഥായിയായതല്ല എന്ന് പറയുന്നെങ്കിൽ അതും വളരെ വിഡ്ഢിത്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു നാലാമത്തെ വിഷയം, ഇത്തരം ആളുകളുടെ വാദങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത്തരം ആളുകളുടെ വാദങ്ങളെ ഒരിക്കലും ഏതൊരു വാചകങ്ങൾ കൊണ്ടും സ്ഥിരപ്പെടുത്താൻ അവർക്ക് കഴിയില്ല, ശരിയാക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായിട്ട് വരുന്ന കാര്യമാണ്. അവർക്ക് തങ്ങളുടെ വാദം ഇന്നതാണ് എന്ന് അവർക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും നിരീശ്വര നിർമ്മതവാദികളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അവർ കൊണ്ടുവരുന്ന ഈ കാര്യത്തിന് അവർക്ക് സ്ഥാപിക്കാൻ, അവർക്ക് കൃത്യം ഒരു ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഒരു നിർവചനം ഉണ്ടാവില്ല അവർക്ക്. കാരണം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് നിർവചനമാണ്? ഓരോരുത്തർക്കും യുക്തിക്കനുസരിച്ചാണ് ഇവിടെ തെറ്റും ശരിയും തീരുമാനിക്കപ്പെടുന്നതെങ്കിൽ, സത്യം എന്നത്, യാഥാർത്ഥ്യം എന്നത് അവനവൻ്റെ തോന്നലുകൾക്കനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ആ തോന്നലുകളുടെ അടിസ്ഥാനം എന്താണ്? ആരുടെ തോന്നൽ? അപ്പോൾ ആ തോന്നലുകൾ ഓരോ കാലഘട്ടത്തിലും വ്യത്യാസമായിരിക്കും. അത് വ്യക്തികൾക്കനുസരിച്ച് മാറും, കാലഘട്ടത്തിനനുസരിച്ച് മാറും, ഒക്കെ മാറും. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് ദീന് എന്ന് ചില ആളുകൾ വാദിക്കേണ്ടി വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഓരോ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ അവരുടെ മതം എഡിറ്റ് ചെയ്യാൻ എന്നാൽ അത് പ്രശ്നമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സ്വവർഗരതി എന്നുള്ളത് ഒരു ക്രൈമായിരുന്നു, തെറ്റാണ്. അത് തെറ്റാണെന്ന് പറയേണ്ട കാരണം എന്താണ്? ഒരു വലിയ സാമൂഹിക വിപത്താണത്. ഇന്ന് കുറേ ആളുകൾ ആ സ്വവർഗരതിയുടെ ആളുകളായി മാറിയിട്ട് അതിനുവേണ്ടി വാദിക്കാൻ തുടങ്ങി, അതിനുവേണ്ടി സമരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്വവർഗരതിയെ നോർമലൈസ് ചെയ്യുകയാണ് ഇപ്പോൾ കുറേ ആളുകൾ. അപ്പോൾ സ്വവർഗരതി ശരിയാണ് എന്ന് പറഞ്ഞ നിയമങ്ങൾ മാറ്റുന്നിടത്തേക്ക് അവസ്ഥ വരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും, അന്ന് തെറ്റായ കാര്യം എന്താണത് ഇന്നും തെറ്റാണ്. കാരണം ഇസ്ലാം ഉറച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതാണ്. അതിന് മാത്രം നിൽക്കാനേ കഴിയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ കൊന്ന ഷഹബാസിനെ കൊന്ന വിഷയത്തിൽ, അതിനുശേഷം ഒരു അധ്യാപിക സ്കൂളിലേക്ക് വന്ന് സ്വയം സമരം നടത്തിയത് ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും അല്ലേ? ചൂരലുകൾ തിരിച്ച് അധ്യാപകന്മാരുടെ കയ്യിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് തിരിച്ചെടുത്തതാണ് പ്രശ്നത്തിന് കാരണം എന്നാണ്. കുട്ടികളെ അടിക്കാത്തതാണ്, ശാസിക്കാത്തതാണ് പ്രശ്നം എന്നാണ്. അപ്പോൾ ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു പഠന രീതി ഉണ്ടായിരുന്നത്. പിന്നീട് കുട്ടികളെ ശാസിക്കാൻ പാടില്ല, ചൈൽഡ് ലൈൻ ഉണ്ടാകുന്നു, ശൈശവ നിയമങ്ങളുണ്ടാകുന്നു, അവർക്ക് അനുകൂലമായിട്ട് എല്ലാ വിധികളും ഉണ്ടാകുന്നു. അധ്യാപകർക്ക് കുട്ടികളെ ചീത്ത വിളിക്കാൻ പോലും പറ്റാത്ത, ഒന്ന് ശകാരിക്കാനും പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ കുട്ടികളാകെ തലതെറിച്ച അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഒരു കാലത്ത് ശരിയായിട്ട് തോന്നിയ സംഗതികൾ നടപ്പിലാക്കിയിട്ട് അത് വളരെ ഫൗദയിലേക്ക്, മോശത്തരത്തിലേക്ക് പോയപ്പോൾ പിന്നെയും അതിലേക്ക് തിരിച്ചു പോകണം ചില ആളുകൾ വാദിക്കുകയാണ്. അതിനെ ഗണ്ണിക്കാനോ അതിനെ എതിർക്കാനോ പലർക്കും സാധ്യമാകുന്നില്ല. അപ്പോൾ ഓരോരുത്തരും അവനവനെ തോന്നിയതാണ് ശരിയെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു നിലനിൽപ്പില്ലാത്ത വസ്തുതയായിട്ടും കാര്യമായിട്ടാണ് വരിക. അപ്പോൾ ആളുകൾക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും നാടിനനുസരിച്ചും ഒന്നും മാറേണ്ടതല്ല സത്യം, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. അമേരിക്കയിൽ ശരിയായത് ചിലപ്പോൾ ഇവിടെ തെറ്റായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയിൽ തെറ്റായത് എന്താണോ അതിവിടെയും തെറ്റാകണം. ഇവിടെ ശരിയായത് എന്താണോ അത് അമേരിക്കയിലും ശരിയാകണം. നാടിനനുസരിച്ചും നാട്ടുകാർക്കനുസരിച്ചും കാലത്തിനനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും മാറേണ്ടതല്ല യാഥാർത്ഥ്യങ്ങൾ.
അതൊരിക്കലും ശരിയാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാദമുഖങ്ങൾ കൊണ്ടെത്തിക്കുന്നത് നിരീശ്വരവാദത്തിലേക്കായിരിക്കും. അല്ലെങ്കിൽ ഇത്തരം ആളുകൾ, ഇത് പറയുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ നിരീശ്വരവാദത്തിൻ്റെ ഒരു തെറ്റായ ചിന്താഗതിയിലേക്ക് അവരുടെ വാദമുഖങ്ങൾ പിന്നീട് എത്തിക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഈ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഈ പല കാര്യങ്ങളെയും തങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഇപ്പോൾ നിയമങ്ങളെ വരെ മാറ്റിത്തിരുത്തുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചില മൗലവിമാരെ രംഗത്ത് വരുന്നുണ്ട്. തങ്ങൾക്കനുസരിച്ച് കൊണ്ട്, സമൂഹത്തിനനുസരിച്ച് കൊണ്ട് നിയമങ്ങൾ മാറ്റുമ്പോൾ ആ നിയമങ്ങൾ അവസാനം പോയി എത്തുക നിരീശ്വരവാദത്തിലേക്ക്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ വന്ന് സ്ത്രീകൾ ഇമാമത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് ജുമയും ജമാഅത്ത് നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പിന്നെ എത്തി എവിടെയാണ്? പിന്നെ നമ്മളങ്ങനെ നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ അവരുള്ളത്. അവരുടെ വാദങ്ങൾ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഇസ്ലാമിനിങ്ങനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ വാദമുഖങ്ങൾ നേരെ എത്തിക്കുക അങ്ങോട്ടേക്കാണ്. അപ്പം ഇത്തരം ചിന്താഗതികൾ, സത്യത്തെ ആപേക്ഷികമാക്കി സ്ഥിരീകരിക്കുന്ന ആളുകൾ, അവരുടെ വാദങ്ങൾ നേരെ നിരീശ്വരവാദത്തിലേക്കാണ് എത്തുക. അത് ദീനിനെ തന്നെ പൊളിച്ച് കളയുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഈ വാദമുഖങ്ങൾ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, മനുഷ്യൻ്റെ ജീവിതത്തെ സമൂഹത്തിൽ ഒരു നല്ല കോലത്തിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി കഴിയില്ല. ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല, ജീവിതത്തിലൊരു നിലനിൽപ്പ് ഉണ്ടാവുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൊലപാതകം തെറ്റാണ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടാലാണ് ആ കൊലപാതകം എന്ന വിഷയത്തെ എല്ലാവരും ഭയപ്പെടുമ്പോഴേ സമൂഹത്തിലെ ആളുകൾക്ക് നിർഭയമായി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. കൊലപാതകം നടത്തുന്നവർക്ക് ഏറ്റവും നല്ല ശിക്ഷകൾ നൽകപ്പെടുമ്പോഴാണ് പിന്നീട് അത് കുറയുക. ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നിങ്ങൾ നോക്കൂ. ഇസ്ലാമിക രാജ്യത്ത് ഉള്ള ശിക്ഷാ നിയമങ്ങൾ അത് അള്ളാഹു വെച്ച നിയമമായതുകൊണ്ട് തന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ മനുഷ്യർക്കനുസരിച്ച് കൊണ്ട് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷാരീതികൾ മാറ്റിത്തിരുത്തിയ നാടുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് കൊലപാതകം നടത്തിയാൽ അവന് വളരെ കൂളായി പുറത്തിറങ്ങും എന്ന് എനിക്ക് തന്നെ അറിയാം. അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു. അവരുടെ അന്നത്തെ അവസ്ഥയൊക്കെ അനുസരിച്ച് കൊണ്ട് ശരിയും തെറ്റും പറഞ്ഞുകൊണ്ട് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊന്നതിനെക്കുറിച്ച് പറയുന്ന കാര്യം എന്താണ്? വളരെ നല്ല മനുഷ്യനായിരുന്നു, എല്ലാവരുടെ നല്ല കോലത്തിലാണ്, നല്ല പുഞ്ചിരിച്ച മാതിരി സംസാരിക്കുന്ന കണ്ടിട്ടുള്ളൂ എന്ന കാര്യങ്ങളൊക്കെയാണ് വരിക. കുറച്ച് കഴിയുമ്പോൾ ഓള് പരീക്ഷ ഇത്ര ഡിഗ്രി കഴിഞ്ഞതല്ലേ, അല്ലെങ്കിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നാട്ടിൻ്റെ ഭാവിയിലെ ഒരു ഡോക്ടറല്ലേ എന്നൊക്കെ ഓരോരുത്തർക്ക് തോന്നുന്നത് ശരിയെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ജനങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടാവില്ല. അവന് പിന്നീട് പുറത്തിറങ്ങിയാൽ അതിനേക്കാൾ വലിയ ക്രിമിനലായിട്ട് മാറുകയാണ് ചെയ്യുക. നേരെ മറിച്ച് ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത്തരം തിന്മകൾ ആവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച് വെച്ചത് മാത്രമാണ് ശരിയായ രൂപം നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെ മനുഷ്യൻ്റെ നിലനിൽപ്പും ജീവിതം യാഥാർത്ഥ്യമാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ വാദക്കാർക്ക് അവരുടെ വാദങ്ങൾ ഒരിക്കലും നിലനിൽപ്പില്ലാത്തതും അവരുടെ വാദങ്ങൾക്ക് ഒരു തെളിവും അവർക്ക് സമർത്ഥിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ കാര്യം. ഈ യാഥാർത്ഥ്യം അഥവാ ട്രൂത്ത് റിലേറ്റീവാണ്, അതൊരിക്കലും സ്ഥായിയല്ല, അത് ആപേക്ഷികമാണ് എന്ന് പറയുന്നവർക്ക് ഒരു കൃത്യമായൊരു പോളിസി നിർണ്ണയിക്കാൻ, അവരുടെ വാദങ്ങൾക്ക് ഇന്നതാണ് അവരുടെ വാദത്തിന് തെളിവ് എന്നവർക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏതൊരു കാര്യത്തിലും ദലീൽ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. ആ രൂപത്തിൽ അവരുടെ വാദങ്ങൾക്ക് യാതൊരു ദലീലും യാതൊരു തെളിവും അവർക്ക് ഉദ്ധരിക്കാനോ സ്ഥാപിക്കാനോ സാധ്യമാകില്ല. അങ്ങനെ തെളിവ് കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാത്ത കാര്യത്തിന് പിന്നാലെ പോകുന്നത് വിഡ്ഢിത്തമാണ്, മൗഢ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ആളുകൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ, ഈ ആളുകൾ പറയുന്നതിൻ്റെ പൊള്ളത്തരങ്ങൾ സമൂഹത്തിലുള്ള ആളുകൾ, മുസ്ലിമാകട്ടെ കാഫറുകളാകട്ടെ, അവരുടെ പൊള്ളത്തരങ്ങൾ ആളുകൾ എല്ലാവരും ഏകോപിച്ച് അംഗീകരിക്കുന്ന വിഷയങ്ങളായിരിക്കും. ഞാൻ നേരത്തെ നമ്മളെ കുറേ ഉദാഹരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇതിൻ്റെ പലതിൻ്റെയും പൊട്ടത്തരങ്ങൾ, ഇത് വളരെ പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞ് മുസ്ലിമാകണമെന്നൊന്നുമില്ല. ഈ ഓരോരുത്തർക്കും അവനവന് തോന്നുന്നതാണ് ശരി
തോന്നിവാസം എന്ന് നമ്മൾ പറയുന്ന, തോന്നിയത് ചെയ്യുന്ന, അവനവന് തോന്നുന്നത് അവനവന് പ്രവർത്തിക്കുന്ന, അവനവൻ്റെ ചിന്തയാണ് ശരി എന്ന് സ്ഥാപിക്കുന്ന ആളുകൾ, അത്തരം ചിന്താഗതിക്കാരായ ആളുകൾ, അവരുടെ തോന്നലുകൾ തെറ്റാണ് എന്നുള്ളത് ഒരു നല്ല ബുദ്ധിയുള്ള ഏതൊരാൾക്കും തെറ്റാണെന്ന് മനസ്സിലാകും. അത് മുസ്ലിം ആകണമെന്നില്ല. സാധാരണ നമ്മുടെ നാട്ടിലെ ഇത്തരം ഈ ലിബറൽ ചിന്താഗതിക്കാരുടെ തോന്നിവാസങ്ങളെ എതിർക്കുന്നതെല്ലാം മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. മുസ്ലിങ്ങളായ പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ എതിർക്കുന്നുണ്ട്. കാരണം എന്താണ്? അതൊരു കേവല ബുദ്ധിക്ക്, ഒരു നല്ല സലീമായ ബുദ്ധിക്ക്, ഒരു നല്ല മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റിയ യാഥാർത്ഥ്യങ്ങളല്ല ഇതൊന്നും എന്നുള്ളത് കൊണ്ട് തന്നെ പരിപൂർണമായും അത്തരം കാര്യത്തെ ഒരു നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് എതിർക്കാൻ വേണ്ടി സാധ്യമാകും എന്നുള്ളതാണ്. ഇനി ഇത്തരം ആളുകളെ ഒരു ചോദ്യത്തിലൂടെ എതിർക്കാൻ സാധ്യമാകും എന്ന് അദ്ദേഹം അടുത്തൊരു പോയിൻ്റായി കൊണ്ടുവരികയാണ് ഷെയ്ഖ്. അഥവാ ഒരാളുടെ കുട്ടിക്ക് അസുഖം ബാധിച്ചു. ആ കുട്ടിയെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഇവന് സർജറി നിർബന്ധമാണെന്ന് പറഞ്ഞു. മറ്റൊരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഇവന് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഒരാൾ പറഞ്ഞു. ഈ വ്യക്തി ഏതാണ് സ്വീകരിക്കുക? സർജറി നിർബന്ധമാണ് എന്ന് ഇവരുടെ ഓരോരുത്തരുടെയും വാദമുഖം അനുസരിച്ച് ശരി എന്നത് ആപേക്ഷികമാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സർജറി നിർബന്ധമാണ് എന്ന് പറഞ്ഞതും ശരിയാണ്, അതല്ല സർജറി വേണ്ടതില്ല എന്ന് പറഞ്ഞതും ശരിയാണ്. രണ്ടും ശരിയാണെന്ന് പറഞ്ഞാൽ ചികിത്സ നടക്കൂലല്ലോ. അപ്പം ഇങ്ങനെ വളരെ സിമ്പിളായ ചില ചോദ്യങ്ങൾ കൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ വാദമുഖങ്ങളെ നമുക്ക് പൊളിച്ചെഴുതാൻ കഴിയുമെന്നാണ് ഷെയ്ഖ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ സുഹൃത്തുക്കളെ, ഇത്തരം ഈ ആളുകളുടെ ഈ വാദമുഖങ്ങളൊക്കെ വളരെ പൊള്ളയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇസ്ലാം ദീനിനെ ആളുകൾക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കാനുമായിരിക്കണം നമ്മൾ ശ്രമിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ബാത്തിൽ. യാഥാർത്ഥ്യത്തിന് ശേഷം ഒരാൾ സത്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതല്ലാത്തതെല്ലാം ബാത്തിലുകളാണ്. ശരിയായ ദീന്, ഹക്ക്, സത്യം, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിയമങ്ങൾ മാത്രമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയാത്തുൽ കൗനിയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചതായ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ഖുർആനിക വചനങ്ങളെ പഠിച്ചു നോക്കുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ള ദൃഷ്ടാന്തങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, ഇസ്ലാം ദീനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാത്തിലാണ് എന്ന ഒരു സത്യം നമുക്ക് ബോധ്യമാകും. അതാണ് ഇസ്ലാം ദീനിനെ കൃത്യമായി കൊണ്ട് ഉൾക്കൊള്ളുക. ഇസ്ലാം ദീനിനെ ആളുകളെല്ലാവരും ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഉപ്പ മുസ്ലിം ആയതുകൊണ്ട് ഞാനും മുസ്ലിം ആകുന്നു, ഉമ്മ മുസ്ലിം ആയതുകൊണ്ട് ഞാനും മുസ്ലിമാണ് എന്നതിനപ്പുറത്ത് ഇസ്ലാമിനെ യഥാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിനെ, യഥാർത്ഥ സത്യത്തെ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ ഇസ്ലാം അല്ലാത്തതൊന്നും ശരിയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. നേരെ മറിച്ച് ഈ ശരിയെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ തെച്ചിലേക്കാണ് പോവുക. അപ്പോൾ ഈ വാദമുഖങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ലിബറൽവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താഗതികളെ ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ കൊണ്ട് നമ്മൾ എതിർത്ത് അവരുടെ വാദമുഖങ്ങൾക്ക് എന്താണ് തെളിവ് എന്ന് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയാണെങ്കിൽ ലോകത്തെ എല്ലാവരും പറയുന്നത് ശരിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിക്കൊണ്ട് അവർ നമുക്ക് എതിർക്കാൻ വേണ്ടി കഴിയും. ഒരാളെ ഇങ്ങോട്ടേക്ക് എതിർക്കുന്നൊരു മനുഷ്യനെ ഒരു തല്ല് കൊടുത്തിട്ട് തല്ലിക്കഴിഞ്ഞതിന് അവൻ ഇങ്ങോട്ടേക്ക് എതിർക്കാൻ വന്നാൽ എങ്ങനെ നീ എതിർക്കും? എനിക്ക് ശരിയാണെന്ന് തോന്നുകൊണ്ട് ഞാൻ തല്ലിയതാണ് എന്നങ്ങോട്ടേക്ക് പറയുകയാണെങ്കിൽ ഓനിങ്ങോട്ടേക്ക് ഈ വാദം പറഞ്ഞവന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പം അത്ര വളരെ സിമ്പിളാണ് ഇവരെ എതിർക്കാൻ, വളരെ പൊള്ളയാണ് ഇത്തരം ആളുകളുടെ വാദമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഇസ്ലാം ദീനെ അതാണ് ശരി എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇസ്ലാം ദീനിനെ മുറുകെ പിടിക്കുവാനും ആ ഇസ്ലാം ദീന് അത് കൊണ്ടുവന്ന അള്ളാഹു കൊണ്ടുവന്ന ദീനും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന പ്രവാചകന്മാരും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണ് യാഥാർത്ഥ്യം, അത് മാത്രമാണ് ശരി. അതല്ലാത്തത് ഉൾക്കൊള്ളുന്നതെല്ലാം ശരിയായതല്ല, അതെല്ലാം തെറ്റാണ്. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ ഇസ്ലാം ദീനെ പുറത്തു പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ ഇസ്ലാം ദീനെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, റബ്ബിൻ്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്. കാരണം ആ ഇസ്ലാം മാത്രമാണ് ഹക്കായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്ലാം അല്ലാത്ത ഒരു ദീൻ ആരും ഉൾക്കൊണ്ടോ
ആ ദീന് ഉൾക്കൊണ്ട ആളുകളെല്ലാം വഴികേടിലായി പോകും എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇസ്ലാം ദീനിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ഇത് മാത്രമാണ് ഹക്ക് എന്ന് ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ ദീനിനെ മനസ്സിലാക്കാനും മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൃത്യമായി കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും സമൂഹത്തിൽ ഉള്ള തെറ്റിദ്ധാരണകൾ, തെറ്റിദ്ധരിപ്പേക്കലുകൾ അതിനെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി എതിർക്കാനും നമുക്കേവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.